വാഗ്നർ ഗ്രൂപ്പ് മേധാവി യെവ്ജനി പ്രിഗോഷിനും അംഗങ്ങൾക്കുമെതിരായ ക്രിമിനൽ കുറ്റങ്ങൾ റദ്ദാക്കി റഷ്യ. കലാപാഹ്വാനം, സായുധ കലാപം അടക്കമുള്ള വകുപ്പുകളാണ് റദ്ദാക്കിയതെന്ന് റഷ്യൻ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി അറിയിച്ചു. വാഗ്നർ കൂലിപ്പട്ടാളത്തിന്റെ യുദ്ധക്കുറ്റങ്ങളും കലാപാഹ്വാനമടക്കമുള്ള വകുപ്പുകളും റദ്ദാക്കി യെവ്ജനി പ്രിഗോഷിൻ അടക്കമുള്ളവർക്ക് പൊതുമാപ്പ് നൽകാനാണ് തീരുമാനം. കൂലിപ്പട്ടാളം ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് കേസുകൾ റദ്ദാക്കിയത്. ആഭ്യന്തര കലാപം ഇല്ലെന്നും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ സായുധ മുന്നേറ്റം അവസാനിപ്പിക്കുകയാണെന്നും പ്രിഗോഷിൻ വ്യക്തമാക്കിയിരുന്നു. കൂലിപ്പട്ടാളം ആയുധങ്ങൾ റഷ്യൻ സൈന്യത്തിന് കൈമാറാൻ തയ്യാറെടുക്കുകയാണെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മോസ്കോയിലേക്ക് നടത്തിയ മാർച്ച് അധികാരം പിടിച്ചടക്കാനുള്ളതല്ലെന്നും പ്രതിഷേധ പ്രകടനം മാത്രമാണെന്നായിരുന്നു പ്രിഗോഷിന്റെ വിശദീകരണം. എന്നാൽ ശനിയാഴ്ച മുതൽ പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷനായ പ്രിഗോഷിൻ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഉക്രൈൻ യുദ്ധമുഖത്തുള്ള വാഗ്നർ അടക്കമുള്ള എല്ലാ സ്വകാര്യ സൈന്യങ്ങളും റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിൽ റിപ്പോർട്ട് ചെയ്യാനും റഷ്യ നിർദ്ദേശം നൽകി. ശനിയാഴ്ചയായിരുന്നു റഷ്യയിൽ വിമത നീക്കവുമായി വാഗ്നർ ഗ്രൂപ്പ് രംഗത്തെത്തിയത്. തെക്കൻ റഷ്യൻ നഗരമായ റോസ്തോവ് വാഗ്നർ ഗ്രൂപ്പ് പിടിച്ചെടുത്തിരുന്നു. ബെലാറസ് പ്രസിഡന്റിന്റെ മധ്യസ്ഥതയിലാണ് ഒത്തുതീർപ്പിലെത്തിയിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.